ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ഉച്ചയൂണ് നാടൻ വിഭവം തയ്യാറാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഉച്ചയൂണിന് തയ്യാറാക്കുന്നത് അവിയലാണ്. അന്നേരം അമ്മ എനിക്ക് അവിയലിനുള്ളതെല്ലാം അരിഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ അവിയലിനുള്ളതെല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് മാറ്റി അതിനുശേഷം അരപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അരപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഒന്നുകൂടെ പറയാം. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടാണ് നമ്മൾ അവിയലിന് അരപ്പ് അരയ്ക്കാറ് കേട്ടോ. അപ്പം നമ്മുടെ അവിയൽ തയ്യാറായിട്ടുണ്ട്. ഒരൊറ്റ ബിസിലാണ് നമ്മൾ ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി കുഴഞ്ഞൊന്നും പോകത്തില്ല. അങ്ങനെ അവിയൽ അവിടെ തയ്യാറായ നേരം കൊണ്ട് ഞാൻ ഉള്ള പാത്രങ്ങൾ പെട്ടെന്ന് തന്നെ കഴുകി അങ്ങ് മാറ്റും. അല്ലാതെ എല്ലാം കൂടെ പരിപാലിച്ചിട്ട് അല്ലെ കുക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ജോലി ചെയ്യാനായിട്ട് നിൽക്കത്തില്ല ഞാൻ കേട്ടോ. ഒരു ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് വന്നേക്കുന്ന പാത്രങ്ങളെല്ലാം ഞാൻ മാറ്റും. പിന്നെ തൈര് ഇരുന്ന കുപ്പിക്കകത്ത് തൈര് മാറ്റി വൃത്തിയാക്കി പുതിയ കുപ്പിയിലേക്ക് തൈര് ഒഴിച്ചു വെച്ചു. ഇനി നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഉച്ചയൂണ് രണ്ടാമത്തെ വിഭവമാണ് പുളിശ്ശേരി. അപ്പോൾ അതിന് മോരെല്ലാം ഒന്ന് കടഞ്ഞെടുത്തു. ഇനി അതിൻ്റെ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി അതിനകത്തേക്ക് കുഞ്ഞുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം ഇട്ടു. കുറച്ച് ഉപ്പും കൂടി ഇട്ടപ്പോൾ പെട്ടെന്ന് വാടി അല്ലെ മുരിഞ്ഞ് കിട്ടും. അങ്ങനെ ഇനി ഇതിനകത്തേക്ക് നമ്മൾ പുളിശ്ശേരിക്കുള്ള അരപ്പ് തേങ്ങ, അതുപോലെ തന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര ഇട്ടാണ് നമ്മൾ പുളിശ്ശേരിയുടെ അരപ്പ് അരച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അരപ്പ് ഒഴിച്ച് പിന്നെ തൈര് നമ്മൾ കടഞ്ഞ് വെച്ച് അതും ഒഴിച്ചു. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചപ്പോൾ നമ്മുടെ പുളിശ്ശേരി തയ്യാറായി. ഇനി അടുത്തത് ഉച്ചയൂണിൻ്റെ വിഭവം എന്ന് പറഞ്ഞാൽ കൊഞ്ച് റോസ്റ്റാണ് കേട്ടോ. ഇത് ഞാനും അമ്മയും മാത്രമേ കഴിക്കാറുള്ളൂ, വേറെ ആർക്കും ഇത് വേണ്ട. അപ്പോൾ കുറച്ച് കൊഞ്ച് കിട്ടി. അപ്പം നമ്മൾ നവരാത്രി ആയതുകൊണ്ട് ഞങ്ങളും വ്രതമായിരുന്നു കേട്ടോ, ഞാനും അമ്മയും. അപ്പോൾ വ്രതത്തിന് ശേഷം ഞങ്ങൾ കുറച്ച് കൊഞ്ച് മേടിച്ച്, ഞാൻ കൊഞ്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്, കൊഞ്ചിൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മതിയോണ്ട് കുറച്ച് കറി വെച്ചാൽ മതിയല്ലോ. ബാക്കിയുള്ള കൊഞ്ച് ഞാൻ ഫ്രീസറിലേക്ക് ഒരു പാത്രത്തിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി കൊഞ്ച് കറി വെക്കുകയാണ് കേട്ടോ. ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു. കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മുടെ സവാള ഇട്ടു. അതിനകത്തേക്ക് ഉപ്പും ഇട്ട് പിന്നെ തക്കാളി ഇട്ട് നല്ല രീതിയിൽ വാടിയതിന് ശേഷം കൊഞ്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. എന്തിനാണ്? നല്ല രീതിയിൽ ആ വേവിൻ്റെ കൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ വേറൊരു പാത്രം വെച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും കൂടെ ഞാൻ വേറൊരു പാത്രം വെച്ച് കൊഞ്ച് അവിടെ വേവുന്ന നേരം കൊണ്ടൊന്ന് ചൂടാക്കുവാണ് കേട്ടോ. കരിഞ്ഞു പോകാൻ പാടില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ വെന്ത കൊഞ്ചിനകത്തേക്ക് ആ മസാല കൂട്ടിനകത്തേക്ക് നമ്മുടെ പൊടികളെല്ലാം ഇട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ആ നേരം കൊണ്ട് വീണ്ടും ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ അവിടെ കൊഞ്ചൊക്കെ വൃത്തിയാക്കിയതല്ലേ, അപ്പം നമ്മുടെ ഹാൻഡ് വാഷും കാര്യങ്ങളും ഇട്ട് നല്ല രീതിയിൽ തേച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരിക്കലും പച്ചവെള്ളം വേവുന്ന കറിയിലേക്ക് ഒഴിക്കരുത്. ചൂടുവെള്ളം ഒഴിച്ച് നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഒന്നും കൂടി ഒന്ന് റെഡി ആവാൻ സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ കൊഞ്ച് റോസ്റ്റ് വെച്ചെടുത്താലേ. ആ നേരത്തിന് പിന്നെ ഗ്യാസും പോയി തുടച്ച് കൊഞ്ച് റോസ്റ്റും റെഡി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചയൂണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ.